ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇടുക്കി ട്രിപ്പാണ് കേട്ടോ. ടൂർ പോകുന്നതല്ല, ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഫ്രണ്ടിൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ്, അത് ഇടുക്കിയിലാണ്. അപ്പം നമ്മളും ഇടുക്കി കണ്ടിട്ടില്ല, എന്നാൽ പിന്നെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ 4 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു, കാരണം ആ ഒരു ടൈം അവിടെ എത്താലോ എന്നുള്ള രീതിക്ക്. പിന്നെ പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കൃത്യം 6 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ എവിടെ ഇറങ്ങിയാലും കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത്. ഇത് പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല കേട്ടോ. തലേ ദിവസം ചേട്ടന് വിചാരിച്ചതിനേക്കാൾ എനിക്ക് തോന്നുന്നു രാത്രി ഒരു 10:30-11 മണിയായിരുന്നു വീട്ടിൽ തന്നെ വന്നപ്പം. പിന്നെ ഉറക്കമൊഴിച്ചിരുന്ന് ഡ്രൈവൊക്കെ ചെയ്യേണ്ടതല്ലേ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന കുഴപ്പമില്ല, കുറച്ച് പതുക്കെയാണെങ്കിലും ലേറ്റായിട്ടൊക്കെ എണീറ്റ് പോയാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ആസ്വദിച്ച് വണ്ടി ഓടി. പിന്നെ ഞങ്ങൾ വണ്ടി ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്ത് വേറൊന്നും കൊണ്ടല്ല. അവിടെ എനിക്ക് തോന്നുന്നു 3 മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ ഒരു പോക്കിനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെളുപ്പിനെ 4 മണിക്കേ ഇറങ്ങിയാലേ ഞങ്ങൾ അവിടെ എത്തത്തുള്ളൂ. കാരണം അത്രയും ഞങ്ങൾ സ്ലോ ചെയ്ത് ഓരോ സ്ഥലങ്ങളും നിർത്തി, ഇപ്പം എന്തെങ്കിലും നല്ലൊരു വ്യൂ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തി എൻജോയ് ചെയ്ത് പതുക്കെ ഞങ്ങൾ പോകത്തുള്ളൂ. കാരണം അതല്ലേ ഒരു രസം. ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് അത് നമ്മൾ കാറിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതല്ലേ. അത് എൻ്റെ മമ്മി എപ്പോഴും പറയത്, നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞാൽ നിങ്ങൾ പോകുന്നെന്നും പറഞ്ഞിട്ട്. പൊന്നൂസ് നമ്മൾ രാവിലെ ഉറക്കപ്പായിന്ന് എടുത്തിട്ട് വന്നു, കാരണം കുഞ്ഞല്ലേ, അവളെ ഉറക്കം എണീപ്പിച്ച് ഒരുക്കി കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഞങ്ങൾ മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷപ്പ് ആക്കിയിട്ടാണ് കൊച്ചിനെ കൊണ്ടുപോയത്. പിന്നെ പൊടിക്കുഞ്ഞായതുകൊണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇത് എപ്പോഴും പൊന്നൂസിന് അങ്ങനെയാണ്. നമ്മൾ എവിടെയെങ്കിലും യാത്ര, ഇപ്പോൾ കാറിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കും. എന്നിട്ട് പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് അവൾക്കും ആ ഒരു ടയർനെസ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഈ ഒരു സ്ഥലം. അപ്പം കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ നമ്മൾ എന്താണ് പറയുന്നത്, ഈ വളവും തിരിവൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സിനിമയിലൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞാനൊന്ന് ടെൻഷനായി. കാരണം ഇത്രയും വലിയ വണ്ടികൾ ആ ചെറിയ വഴിയിൽ കൂടിയൊക്കെ വരുന്നത് കാണുമ്പോഴത്തേനും ചെറിയൊരു ടെൻഷൻ ആർക്കായാലും, അത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ചെറിയൊരു ടെൻഷൻ ആർക്കായാലും ഉള്ള വരുമല്ലോ. പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ പോകാൻ പറ്റി. ഓരോ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോഴത്തേനും അവിടുത്തെ ഓരോ രീതികളും, പ്രത്യേകിച്ച് വീടുകൾ, ഇതൊക്കെ കാണുമ്പോൾ ഒരു 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 പ്രത്യേക ഒരു രസമായിരുന്നു അത്. ശരിക്കും ഈ ട്രിപ്പിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്ന്. ഞങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഈ ഫംഗ്ഷന് പോയതിന് ശേഷം തൊട്ടടുത്ത ദിവസം അവിടുത്തെ ഏതെങ്കിലും ഒരു ഡാം, ഇടുക്കി ഡാം കണ്ടിട്ട് തിരിച്ച് വരാം എന്നുള്ള രീതിക്കായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോയത്. പക്ഷേ ഞങ്ങൾ അവിടെ പാലുകാച്ചി വീട്ടിൽ ചെന്നപ്പം അവരിങ്ങനെ ഞങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ അടുത്ത പരിപാടി എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു. അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ഡാമും കൂടി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു എന്ന്. അപ്പം അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു, ഡാം കാണുന്നതിലും ഇവിടെ തൊട്ടടുത്താണ് മൂന്നാർ, എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ യാത്ര എന്തോ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചേട്ടൻ പറയുന്ന പിന്നെ മൂന്നാർ പോയിക്കൂടെ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ ചേട്ടനോട് പറഞ്ഞു, മൂന്നാറൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമെന്നുള്ള രീതിക്ക് ചോദിച്ചു. പിന്നെ ചേട്ടൻ പറഞ്ഞു, എന്തായാലും ഇത്രയും വരെ വന്നതല്ലേ, നമുക്ക് നോക്കാം എന്നുള്ള രീതിക്ക് ഞങ്ങൾ പിന്നെ മൂന്നാർ പോകാൻ ഒരു പ്ലാൻ ചെയ്ത്. അങ്ങനെ പാലുകാച്ചി വീട്ടിൽ കയറിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മൂന്നാറാണ്. അവിടെ അന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം, ഹോട്ടലിൽ സ്റ്റേ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം ഞങ്ങൾ തൊട്ടടുത്ത ദിവസം ആ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുമോ, ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ട് അപ്പോഴേ തിരിച്ച് വന്ന്. അപ്പോൾ ഇനിയുള്ള